അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞും അറിയാതെയും നമ്മളിൽ ധാരാളം പാപങ്ങൾ സംഭവിക്കാറുണ്ട്. പാപങ്ങളെ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നതാണ് വിശ്വാസിയുടെ അടയാളം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പാപങ്ങളെ ഗൗരവത്തോടുകൂടെയാണ് സ്വഹാബികൾ കണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിശ്ചയം നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങളുടെ കണ്ണിൽ ഒരു രോമത്തേക്കാൾ വളരെ ലോലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയുന്ന വൻ പാപമായിട്ടാണ് പാപങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തൻ്റെ മേൽ വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവൻ്റെ മാനസികാവസ്ഥയിലായിരിക്കും വിശ്വാസി തൻ്റെ പാപങ്ങളെ കാണുക. എന്നാൽ തമ്മാടിയായ വ്യക്തിയാവട്ടെ തൻ്റെ മൂക്കിനു ചുറ്റും പറക്കുന്ന ഒരു ഈച്ചയെ ആട്ടുന്ന ലാഘവത്തോടെയാണ് തൻ്റെ പാപത്തെ കാണുക. പാപങ്ങളെ നിസാരമായി കാണുക എന്നത് അവിശ്വാസികളുടെ അടയാളമാണ്. പാപങ്ങളെ ഗൗരവമായി കാണുന്ന ആളുകളാണ് വിശ്വാസികൾ. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നത് വിശ്വാസിയുടെ അടയാളമാണ്. സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തു നിസായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ആ അടയാളത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് ആയത്തുകളെക്കുറിച്ച്, പാപമോചനം നടത്തുന്ന, പാപങ്ങൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന വിശ്വാസികളെക്കുറിച്ചുള്ള ആ ആയത്തുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ രണ്ട് ആയത്തുകളുണ്ട്. പാപം ചെയ്ത അടിമ അവ രണ്ടും പാരായണം ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ സൂറത്തു ആലു ഇമ്രാനിലെയും സൂറത്തു നിസായിലെയും ആയത്തുകളെ ഉദ്ദേശിച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് പറയുന്നത്. സഹോദരങ്ങളെ, പാപമോചനം ലഭിക്കുന്ന ചില കർമ്മങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ചില കാര്യങ്ങൾ, അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ പറയുക എന്നുള്ളത്. മഹാനായ അബീ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനിയോട് ഞാനൊരു വസിയത്ത് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅത്ബിഅഹാ ഹസന തംഹുഹാ. നീ വല്ല തിന്മയും ചെയ്താൽ, പാപവും ചെയ്താൽ, നീ നന്മ കൊണ്ടതിനെ മായ്ച്ചു കളയുക. അപ്പം നബിയോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അമിനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസനാത്തിൽപ്പെട്ട കാര്യമാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ അഫ്ളലുൽ ഹസനാത്ത്, അത് നന്മകളിൽ ഏറ്റവും ഉത്തമമായതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നന്മകളിൽ ഏറ്റവും മഹത്വമേറിയതാണ്. നമ്മൾ പാപങ്ങൾ ചെയ്താൽ, വല്ല തെറ്റുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നന്മകൾ കൊണ്ടെന്ത് ചെയ്യുക? പാപങ്ങളെ തുടർത്തുക. ഉടനെ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക. ആ നന്മകളുടെ കൂട്ടത്തിലെ മഹത്തായ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ആ കലിമ നമ്മൾ വർദ്ധിപ്പിക്കുക. അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിർബന്ധ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ഒരാൾ നമസ്കാര ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അപ്പോൾ 99ആയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലി 100 ആക്കുകയാണ് എങ്കിൽ കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 തവണ പറയുകയാണ് എങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. വുളു പൂർണ്ണമായി എടുക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ട് സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടി അവർ സലാം പറഞ്ഞ് അവർ മുസാഫഹത്ത് നടത്തിയാൽ അതിലൂടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇങ്ങനെ ഹദീസുകൾ പരിശോധിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ധാരാളം വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പാപങ്ങളില്ലാത്ത ശുദ്ധ മനസ്സിൻ്റെ ഉടമകളുമായി നാളെ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio.
Tune to reality.